ചാണ്ടി യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനത് പറയാം. കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത, എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ സ്കാൻഡിനേവിയാണ് കേരളം. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അല്ല അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് കേരളം വിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തിനാ ചികിത്സക്ക് അമേരിക്കയിൽ പോകുന്നത്? അത് എനിക്ക് മനസ്സിലാവും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞ ഇവിടുത്തെ ആരോഗ്യ മേഖലയെ നിങ്ങൾ അപമാനിക്കില്ല ഈ അമേരിക്കൻ ചികിത്സയ്ക്ക് പോകുമ്പോൾ. മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. തീർച്ചയായിട്ടും വരാം. ഞാൻ എത്രയോ തവണ വന്നിട്ടുണ്ട്. ഇനിയും വരാം, ഒരു കുഴപ്പമില്ല. അത് സ്കാൻഡിനേവിയ ആണെങ്കിൽ സ്കാൻഡിനേവിയ എന്തായിരിക്കും എനിക്ക് പേടിയുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കേരളത്തിലെ പൊതുജനാരോഗ്യം രാഷ്ട്രീയ തിമിരത്തിന്റെ പേരിൽ ഇങ്ങനെ എതിർക്കരുത് ചാണ്ടി. അതല്ല, നമ്മളിപ്പം ആര് ഭരിച്ചാലും നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി അപ്പം തന്നെ ചികിത്സിക്കും. അതല്ലാതെ അപ്പം തന്നെ ചികിത്സിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ടോ? അല്ലല്ലോ. ഇവിടെ ആര് ആശുപത്രി പോയാലും കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് അമേരിക്കയിൽ പോയാൽ ചികിത്സിക്കത്തില്ല. അവരുടെ രീതി അതാ. നമ്മുടെ രീതി ആര് വന്നാലും അപ്പം തന്നെ ചികിത്സിക്കും. അതും ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇടതുപക്ഷം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ക്ഷേമ പെൻഷൻ UDF നാളെ ഇതുവരെ എത്ര രൂപ വർദ്ധിപ്പിച്ചു? അല്ല, ആരോഗ്യ മേഖല എന്താണ് UDFന്റെ സംഭാവന? എന്തായിരുന്നു ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ? ഇവിടെ ഡോക്ടർമാരെ ലീവ് എടുത്ത് വിദേശത്ത് പോയി. ശ്രീമതി ടീച്ചർ വന്നപ്പോഴാ പറഞ്ഞത്, ഒന്ന് മര്യാദയ്ക്ക് നാട്ടിൽ വന്ന് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി പോകുമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർമാരുണ്ട്. പണ്ട് കുറിപ്പെഴുതി കൊടുക്കും, അത് മരുന്നാക്കി ഇപ്പൊ കയ്യിലേക്ക് കൊടുക്കാൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് കഴിയുന്നുണ്ട്. ഭയങ്കരം തന്നെ. ഒരു കാര്യം പറഞ്ഞോട്ടെ, അമേരിക്കയിൽ പോലും 5.6 ആണ്, കേരളത്തിൽ 5 ആണ്. നിങ്ങളുടെ നീതി ആയോഗിന്റെ കണക്കെടുത്ത് നോക്കൂ. വെറുതെ അങ്ങ് പറയാതെ. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. ഞാൻ അമേരിക്കയിൽ നിന്ന് കേരളത്തിൽ, കാരണം നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ ആരോഗ്യ മേഖല കൊള്ളുകയില്ലാത്തോണ്ട് അമേരിക്കയിൽ പോയത്. ഒരിക്കലും അല്ല. ഞാൻ പറയട്ടെ, ഓരോ അസുഖങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. താങ്കൾ ഇത്തരം ചോദ്യങ്ങൾ വ്യക്തിഹത്യ നടത്തുന്ന ഒരു രീതി താങ്കൾ സ്വീകരിക്കുന്നത് ഇവിടെ ചികിത്സയില്ലാത്ത അദ്ദേഹത്തിന്റെ അസുഖം നമുക്ക് അറിയാൻ വേണ്ടിയാണ്. ഇന്ത്യ കേരള സംസ്ഥാനത്ത് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ പോലും ചിലപ്പോൾ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് പോകുന്നതിൽ എന്താ തെറ്റ്? പോലീസ് നമുക്കറിയാലോ, നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മനുഷ്യത്വരഹിതമായ സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ പോലീസ് എല്ലാ കാലത്തും യുവജന സമരങ്ങളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥി സമരങ്ങളോട് മാന്യമായി തന്നെ ഇടപെടണം എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. അതിലൊന്നും തർക്കമില്ല. എന്തോ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ ഇടപെടൽ ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് വിരോധം ഉണ്ടെന്ന് മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. അല്ല, ഇതിനകത്ത് എത്ര മനുഷ്യത്വപരമായിട്ടാണ് പോലീസ് ഇടപെടുന്നത് നമ്മൾ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് കണ്ട കാഴ്ച. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. അവസാനത്തെ കാഴ്ച ഒരു MPയുടെ മൂക്കടിച്ച് പൊട്ടിച്ചിട്ട് ഒരു കൂസലുമില്ലാതെ പോയി, ഒരു നടപടിയില്ലാതെ പോയി നമ്മൾ കണ്ടത് അല്ലേ? അതാണോ മനുഷ്യത്വം? പിന്നെ നവകേരള സദസ്സിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ മർദ്ദിച്ച പോലീസിനെ ആരും മറന്നിട്ടില്ല. ഇത് ക്യാമറയ്ക്ക് മുന്നിലാണ്. ക്യാമറയ്ക്ക് പിന്നിൽ നമ്മൾ തൃശ്ശൂരിൽ കണ്ടു ഒരു ചെറുപ്പക്കാരൻ, അവൻ യൂത്ത് കോൺഗ്രസ്സുകാരനാകുന്ന പേരിൽ എങ്ങനെയാണ് പോലീസ് ഏറ്റവും ക്രൂരമായി അവന്റെ ചെവി വരെ അടിച്ചു പൊട്ടിച്ച് എന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതാണ് കേരളത്തിലെ പോലീസിന്റെ നേർക്കാഴ്ച. ക്യാമറയ്ക്ക് പുറത്തും ക്യാമറയ്ക്ക് എന്താ പറയാ അകത്തും. കേരളത്തിലെ പോലീസ് ഏറ്റവും മൃഗീയമായ രീതിയിൽ കഴിഞ്ഞ 9 വർഷക്കാലം പെരുമാറി എന്നുള്ള തെളിവാണ്. എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളമാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ തടസ്സപ്പെടുത്താൻ വന്നാൽ, അതായത് ഡിവൈഎഫ്ഐയോട് പഴയ ഗുണ്ടയായ പിണറായി വിജയൻ പറയാണ് അടിച്ചോളാൻ
മുഖ്യമന്ത്രിയുടെ മാന്യതയിൽ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരു വേദി വന്ന് വ്യക്തിയധിക്ഷേപം അല്ല, നടത്തുക വ്യക്തിയധിക്ഷേപം എന്ന് ഞാനൊരു- പറഞ്ഞാൽ താങ്കൾ കൂടുതൽ ഞാനൊരു കാര്യം പറയട്ടെ. മോശക്കാരനാവും കൊലപാതക എന്നല്ലാതെ കേസിൽ- കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൊലപാതക രോമത്തിന് കേസിൽ പോലും പ്രതി ഒന്നും സംഭവിക്കാൻ പോകുന്നു. ഇവൻ നമ്മൾ നാളെ കെടുത്തുന്നോണ കേട്ടാ. ഇതിന്റെ ബഹുമാനായ മുഖ്യമന്ത്രിയെ പഴയ അതിനും ഗുണ്ട മാന്യമായിട്ട് എന്നൊക്കെ ആക്ഷേപിക്കുക എന്ന് അതിനും പറഞ്ഞാൽ മാന്യമായിട്ട് നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. മാന്യമായിട്ട് CPM ഞാനൊരു ചോദ്യത്തിന് എന്റെ വണ്ടിക്ക് മറുപടി മുമ്പിൽ പറഞ്ഞതാ. ചാടുന്നവനെ അടിക്കാൻ എങ്ങനെയാ പറയുന്നത്? പക്ഷെ തിരിച്ചടി കിട്ടുന്നുള്ളത് അടിച്ചില്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കി. ആലപ്പുഴയിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റി. കേരളത്തിൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രി നവകേരള സദസ്സ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. വളരെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി അത് നടത്തി, മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇത്തരം ജനകീയ പങ്കാളിത്തത്തോടുള്ള പരിപാടികൾ നടത്തുന്നതിനകത്ത് ഭീഷണിയുടെ ഒന്നും കാര്യമില്ല. അത് നടത്താനുള്ള ശേഷി കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ട്. അത് അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല. സംബന്ധിച്ചുള്ള ഭയം ഷോണിന് വേണ്ട അല്ല ആഗോള അയ്യപ്പ സംഗമം, പിന്നെ ലാൽ സലാം പരിപാടി നടത്തി. ലാലേട്ടന് കിട്ടി 20 ലക്ഷം രൂപ. ലാലേട്ടനെ ആദരിക്കാനെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ പരിപാടിക്ക് 2 കോടി 80 ലക്ഷം രൂപ ചെലവ്. അർത്ഥണം. ആഗോള അയ്യപ്പ സംഗമം നടത്തി. എന്തായിരുന്നു എന്റെ ഉദ്ദേശം? ഒന്നും വേണ്ടായിരുന്നല്ലോ. ആ ശബരിമലയുടെ പൗത്രതയെ കളങ്കപ്പെടുത്താതിരിക്കാൻ തീരുമാനിച്ചായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പോഴും ആ വിശ്വാസത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇപ്പൊ ഈ കാണിക്കുന്ന കൊല്ലം കിട്ടുന്നല്ല. കുഴപ്പമായി തോന്നുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴും ഇവർക്ക് ബോധ്യം വരുന്നത് കുറച്ച് കാലം കഴിയുമ്പോഴാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗെയിൽ പദ്ധതി എന്തിന് JCBക്കെതിരെയും കമ്പ്യൂട്ടറിനെതിരെയും ഇപ്പൊ പുതിയ AK സെന്റർ ഒന്ന് നോക്കി ചെന്ന് കയറണം. ചിന്തയൊക്കെ ചെന്ന് കയറുമ്പം ഒന്നും വേണ്ട, കയറിപ്പോയാൽ മതി. കണ്ണ് വരെ സ്കാൻ ചെയ്ത് കയറുന്നു. പുതിയ സിസ്റ്റമാ. ഏത് പുതിയ? അല്ല ഞാൻ പറഞ്ഞത് ഇലക്ട്രോണിക് സിസ്റ്റമാണ്. അവിടെ എവിടെ കണ്ണ് സ്കാൻ ചെയ്യുന്നത്? നമുക്ക് രണ്ടുപേർക്കും ഒന്ന് പോവാം. ഇനി തിരുവനന്തപുരത്തുള്ള ദിവസം പറ, പാർവതിയും കൂടെ കൂട്ട് നമുക്കൊന്ന് AK സെന്ററിൽ പോവാം. അതായത് അത്രയും വേണം കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് പോയി കാണാം. അല്ല അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അല്ല ചാണ്ടി അത്ഭുതത്തോടു കൂടി എന്നോട് ചോദിച്ചു അങ്ങനെ ഉണ്ടോ? അല്ല അപ്പൊ ഇത്തരം എന്തും പറയാൻ വേണ്ടി ഇങ്ങനെ തമാശക്ക് വേണ്ടി ഇങ്ങനെ എന്തും പറയരുത്. 100% കമ്പ്യൂട്ടറൈസ്ഡ് ആണ് പുതിയ AK സെന്റർ. എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി. അല്ല ഇപ്പൊ പോകുമ്പോ ചിപ്പ് പോലും അത് മതി. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി.